സിസ്റ്റർ, ഞാനൊന്ന് അടുത്ത് പോയി ആന്റിയെ കണ്ടോട്ടെ. എന്റെ ശബ്ദം കേട്ട് ഉറപ്പായി ആന്റി കണ്ണു തുറക്കും. വേണ്ട വേണ്ട, അതൊന്നും പറ്റില്ല. ഇവിടെ നിന്ന് കണ്ടാ മതി, അകത്തേക്കൊന്നും കയറണ്ട കേട്ടോ. മോളെ മോളെ നമുക്ക് അവർ ഐസിയുന്ന് മാറ്റിയ ശേഷം കാണാം. ഇതുവരെ ഞങ്ങളെപ്പോലും അമ്മയുടെ അടുത്തേക്ക് പോകാൻ വിട്ടിട്ടില്ല മഞ്ചാടി. അമ്മയ്ക്ക് ഇപ്പോഴും ബോധം തെളിഞ്ഞിട്ടില്ലെന്നാ പറയുന്നേ. എന്റെ കഷ്ടകാലം കൊണ്ടാന്ന് തോന്നുന്നു സുശീല എനിക്ക് ഇങ്ങനെ സംഭവിച്ചത്. എന്റെ ദോഷം കൊണ്ട് ജീവനും വലിയ അപകടം പറ്റി. ഏയ്, അങ്ങനൊന്നും കരുതണ്ട മഞ്ചാടി. അമ്മയുടെ അസുഖം പെട്ടെന്ന് ഭേദാവും. അതുപോലെ ജീവൻ രാജ് തിരിച്ചു വരികയും ചെയ്യും. വള്ളത്തിലുണ്ടായിരുന്ന രണ്ടുപേരും രക്ഷപ്പെട്ടില്ലേ? ജീവൻ രാജും ഏതെങ്കിലും തുരുത്തിൽ ചെന്ന് കയറി കാണും. താമസിക്കാതെ ആ ഗുഡ് ന്യൂസും മഞ്ചാടിക്ക് കേൾക്കാൻ പറ്റും. എനിക്കും പ്രതീക്ഷയുണ്ട് സത്യേട്ടാ. ഞാൻ സുശീലാന്റെ കാണാൻ വന്നത് വേറൊരു കാര്യം അറിയാൻ വേണ്ടിയാ. എന്താ മഞ്ചാടി? ജീവന്റെ ഒപ്പം വള്ളത്തിലുണ്ടായിരുന്ന ആസിഫിനെ ഞങ്ങൾ പോയി കണ്ടായിരുന്നു. അവൻ പറഞ്ഞത് ജീവനെ അവൻ രാത്രിയിൽ തുരുത്തിലെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നത് സുശീലാന്റി പറഞ്ഞിട്ടാണ്. പക്ഷെ ആന്റി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവൂന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആസിഫ് ജീവന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാ. അവൻ കള്ളം പറയുമെന്ന് കരുതാനും പറ്റില്ല. ആന്റിയിൽ നിന്ന് സത്യാവസ്ഥ അറിയാന്ന് വിചാരിച്ചു. ഇനിയിപ്പോ മഞ്ചാടി വിഷമിക്കണ്ട. അമ്മ കണ്ണു തുറന്നാലുടൻ ഞങ്ങൾ ചോദിക്കാം. ഉടനെ മഞ്ചാടിയെ വിളിച്ച് വിവരം പറയുകയും ചെയ്യാം. അതിനുമുമ്പ് ജീവൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എല്ലാം ജീവനിൽ നിന്ന് തന്നെ മഞ്ചാടിക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ശരി, ഞങ്ങളെന്നാ തിരിച്ചു പോവാ. ഞാൻ പിന്നീട് വന്ന് ആന്റിയെ കണ്ടോളാം.